وإذ قال موسى لقومه إن الله يأمركم أن تذبحوا بقرة قالوا أتتخذنا هزوا قال أعوذ بالله أن أكون من الجاهلين. സൂറത്തുൽ ബഖറയിലെ 67-ാമത്തെ ആയത്താണ് ഇപ്പോൾ ഓതി കേൾപ്പിച്ചത്. ഈ ആയത്തിൽ ചില നിയമങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമതായി ഖാല എന്ന വാക്ക് വായിക്കുമ്പോൾ ഖാഫിനെ കനപ്പിക്കേണ്ടതാണ്. അതേപോലെ ലിഖൗമിഹി ഇന്ന അവിടെ നീട്ടേണ്ടതാണ്. അൽമദ്ദുൽ മുൻഫസിൽ എന്നാണ് ആ നിയമത്തിന്റെ പേര്. 4-5 ഖദ്ർ നീട്ടേണ്ടതാണ്. ഇന്നല്ലാഹ ഇന്ന ഉച്ചരിക്കുമ്പോൾ മണിക്കേണ്ടതാണ്. നൂനിന്റെ മേലെ ഷദ്ദ് വന്നതുകൊണ്ട് അല്ലാഹ എന്ന പദം ഉച്ചരിക്കുമ്പോൾ ലാമിനെ കനപ്പിക്കുകയും ഹാഇനെ കനപ്പിക്കാതിരിക്കുകയും ചെയ്യണം. അത്തഫ്ഹീമു വത്തർഖീഖ് എന്നാണ് തജ്വീദിന്റെ ഭാഷയിൽ പണ്ഡിതന്മാര് പറയാറുള്ളത്. തസ്ബഹു അവിടെ അൽ ഇഖ്ഫാഉൽ ഹഖീഖിയാണ് നിയമം. സുക്കൂനുള്ള നൂനിന്റെ ശബ്ദം അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഓതേണ്ടതാണ്. ഖാലൂ അതത്തഖിദുനാ അവിടെ ദീർഘിപ്പിക്കേണ്ടതാണ്. 4-5 ഖദ്ർ നീട്ടേണ്ടതാണ്. അൽ മദ്ദുൽ മുൻഫസിൽ എന്നാണ് നിയമത്തിന്റെ പേര്. അൻ അകൂന നൂനിന്റെ ശേഷം സുക്കൂനുള്ള നൂനിന്റെ ശേഷം ഹംസ് വന്നു. അൽ ഇദ്ഹാറുൽ ഹൽഖിയാണ് നിയമം. മണിക്കാതെ സുക്കൂനുള്ള നൂനിന്റെ ശബ്ദം വ്യക്തമാക്കി മണിക്കാതെ ഓതേണ്ടതാണ്. ഒന്നുകൂടി നമുക്ക് ഈ ആയത്ത് പൂർണ്ണമായും കേൾക്കാം. وَإِذْ قَالَ مُوسَى لِقَوْمِهِ إِنَّ اللَّهَ يَأْمُرُكُمْ أَن تَذْبَحُوا بَقَرَةً قَالُوا أَتَتَّخِذُنَا هُزُوًا قَالَ أَعُوذُ بِاللَّهِ أَنْ أَكُونَ مِنَ الْجَاهِلِينَ. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على نبينا محمد وعلى آله وأصحابه أجمعين. أما بعد. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയുടെ 67-ാമത്തെ ആയത്തിന്റെ പഠനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. وَإِذْ قَالَ مُوسَى لِقَوْمِهِ إِنَّ اللَّهَ يَأْمُرُكُمْ أَن تَذْبَحُوا بَقَرَةً قَالُوا أَتَتَّخِذُنَا هُزُوًا قَالَ أَعُوذُ بِاللَّهِ أَنْ أَكُونَ مِنَ الْجَاهِلِينَ. ഇവിടെ ഈ ആയത്തിൽ പരാമർശിച്ച വാക്കാർത്ഥങ്ങൾ വഇദ് ഖാല പറഞ്ഞ സന്ദർഭം, മൂസാ നബി അലൈഹിസ്സലാം ലി ഖൗമിഹി തന്റെ ജനതയോട്, ഇന്നല്ലാഹ നിശ്ചയമായും അല്ലാഹു, യഅ്മുറുക്കും നിങ്ങളോട് കൽപ്പിക്കുന്നു, അൻ തദ്ബഹു നിങ്ങൾ അറക്കുവാൻ, ബഖറ പശുവെ. ഖാലു അവർ പറഞ്ഞു, അതത്തഖിദുന താങ്കൾ ഞങ്ങളെ ആക്കുകയാണോ, ഹുസുവ പരിഹാസം. ഖാല അദ്ദേഹം പറഞ്ഞു, അഊദു ഞാൻ ശരണം തേടുന്നു, ബില്ലാഹി അല്ലാഹുവിനോട്, അൻ അകൂന ഞാൻ ആകുന്നതിനെ കുറിച്ച്, മിനൽ ജാഹിലീൻ വിവരമില്ലാത്തവരിൽ അല്ലെങ്കിൽ വിഡ്ഢികളുടെ കൂട്ടത്തിൽ. അപ്പൊ സഹോദരങ്ങളെ, ഈ വാക്കാർത്ഥങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ സൂറത്തുൽ ബഖറയുടെ 67-ാമത്തെ ആയത്തിന്റെ അർത്ഥം, അള്ളാഹു നിങ്ങളോട് ഒരു പശുവിനെ അറുക്കുവാൻ കൽപ്പിക്കുന്നു എന്ന് മൂസ തന്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം. അവർ പറഞ്ഞു, താങ്കൾ ഞങ്ങളെ പരിഹസിക്കുകയാണോ? അദ്ദേഹം പറഞ്ഞു, ഞാൻ വിഡ്ഢികളിൽപ്പെട്ടവനായി തീരുന്നതിനെ കുറിച്ച് അള്ളാഹുവിനോട് ശരണം തേടുന്നു എന്ന്. സഹോദരങ്ങളെ, കഴിഞ്ഞ ഏതാനും ക്ലാസുകളിലൂടെ
സൂറത്തുൽ ബഖറയുടെ ഇതിനു മുമ്പുള്ള ആയത്തുകളിലൂടെ മൂസാ നബി അലൈഹിസ്സലാമിയുടെയും അദ്ദേഹത്തിന്റെ അനുയായികളായ ബനു ഇസ്രായേലിയരുടെയും ചരിത്രമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മൂസാ നബി അലൈഹിസ്സലാം ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽ ജനതയെ രക്ഷപ്പെടുത്തിക്കൊണ്ടുവന്ന ചരിത്രം മുതൽ അദ്ദേഹം ഇസ്രായേൽ ജനതയിൽ നിന്ന് നേരിട്ട ഓരോ വിഷയങ്ങളാണ് കഴിഞ്ഞ ആയത്തുകളിലൂടെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇവിടെ ഈ ആയത്ത് ചർച്ച ചെയ്യുമ്പോൾ ഈ ആയത്തിന്റെ പഠനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ്, ഈ ആയത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പ് ചരിത്രങ്ങൾ പറഞ്ഞു തരുന്ന പരിശുദ്ധ ഖുർആന്റെ പ്രതിപാദന രീതി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ഇസ്രായേൽ ജനതയുടെ ചരിത്രം അക്കമിട്ടുകൊണ്ട് ഒരു ക്രമപ്രകാരമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ചരിത്രത്തിന്റെ ആദ്യം തൊട്ട് അവസാനം വരെയുള്ള എല്ലാ കാര്യങ്ങളും ആ അധ്യായത്തിൽ തന്നെ, അല്ലെങ്കിൽ സാധാരണ ചരിത്രം വായിക്കാറുള്ള ഒരു പിന്തുടർച്ചയോടുകൂടി ഓരോ സംഭവങ്ങളും വിവരിക്കുന്ന ഒരു രീതി പരിശുദ്ധ ഖുർആൻ സ്വീകരിച്ച ഒരു രീതിയല്ല. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മൾ പഠിക്കുന്ന അടുത്തടുത്തുള്ള ഓരോ ആയത്തുകളും അവ തമ്മിൽ ഒരു ക്രമം അനുസരിച്ച് ബന്ധമുണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇസ്രായേൽ ജനതയുടെ ചരിത്രം നമ്മൾ പരിശുദ്ധ ഖുർആനിലൂടെ പഠിക്കുമ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, പരിശുദ്ധ ഖുർആൻ വിവരിക്കുന്ന ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ അവിടെ വിവരിക്കപ്പെടുന്ന ഓരോ സംഭവത്തിലും നമ്മൾ പ്രത്യേകം മനസ്സിരുത്തേണ്ടുന്ന വളരെ പ്രാധാന്യമർഹിക്കുന്ന പാഠങ്ങൾ അതിലുണ്ട് എന്നാണ് സഹോദരങ്ങളെ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞുപോയ ഇത്തരം ചരിത്രങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്ന ഈ 67-ാമത്തെ ആയത്ത് മുതൽ സൂറത്തുൽ ബഖറയുടെ 73-ാമത്തെ ആയത്ത് വരെയുള്ള ഭാഗങ്ങൾ, എങ്ങനെ ഈ 67-ാമത്തെ ആയത്ത് മുതൽ സൂറത്തുൽ ബഖറയുടെ 73-ാമത്തെ ആയത്ത് വരെയുള്ള ഭാഗങ്ങൾ ഇതുപോലെ നമുക്ക് വലിയ പാഠമുള്ള ഇസ്രായേൽ ജനതയിൽ കഴിഞ്ഞുപോയ ഒരു ചരിത്ര സംഭവമാണ് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു തരുന്നത്. ഇവിടെ ഈ ആയത്തുകളിലൂടെ നമ്മൾ ഈ ചരിത്ര സംഭവം പഠിക്കാൻ പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം, അത് പരിശുദ്ധ ഖുർആനിലെ 2-ാമത്തെ അധ്യായമായ ഈ അധ്യായത്തിന് പശു എന്ന അർത്ഥമുള്ള അൽ ബഖറ എന്ന പേര് വന്ന വിഷയമാണ് സഹോദരങ്ങളെ. ഈ ആയത്ത് മുതൽ നമ്മൾ പഠിക്കാൻ പോകുന്ന സംഭവം ഇസ്രായേൽ ജനതയിൽ ഒരു പശുവിനെ ബലിയറുക്കുവാനുള്ള കൽപ്പന അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതും ആ കൽപ്പനയെ തുടർന്ന് ഇസ്രായേൽ ജനതയിൽപ്പെട്ട ആളുകൾ അവർ മൂസാ നബി അലൈഹിസ്സലാമിയോട് ചില ചോദ്യങ്ങൾ ചോദിച്ചതും അതിനുശേഷം ഉണ്ടായ അതിന്റെ അനന്തര ഫലങ്ങളുമാണ് ഇനി തുടർന്ന് നമുക്ക് ഈ ആയത്തുകളിൽ പഠിക്കാനുള്ളത്. ഇവിടെ പറഞ്ഞ ഈ പശുവിനെ ബലിയറുക്കുവാനുള്ള കൽപ്പനയുമായി ബന്ധപ്പെട്ട വിഷയം ആ സൂറത്തിൽ ചർച്ച ചെയ്യുന്നത് കൊണ്ടാണ് ആ അധ്യായം അൽ ബഖറ എന്ന പേരിൽ അറിയപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഒരു പ്രധാനപ്പെട്ട വിഷയമായി കൊണ്ട് ഒരു അധ്യായത്തിന് ഈ രൂപത്തിൽ ഒരു പേര് വരാൻ തന്നെ കാരണമായത് സഹോദരങ്ങളെ അത്രയും പ്രധാനപ്പെട്ട ഒരു സംഗതി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ അധ്യായത്തിലൂടെ അറിയിച്ചു തരുന്നുണ്ട് എന്നാണ്. അത് നമ്മൾ ഗൗരവമായി പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. അതിൽ ആ രൂപത്തിലുള്ള ഗൗരവമായി പഠിച്ചിരിക്കേണ്ട ഗുണപാഠങ്ങൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം സഹോദരങ്ങളെ. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ഈ 67-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യങ്ങളും അതുപോലെ ഇവിടെ ആയത്തിൽ പറഞ്ഞ ചരിത്രവും വിശദമായി നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.